ഹായ്, എല്ലാവർക്കും യാസിൻ വ്ളോഗ്സ് ഫാമിലിയിലോട്ട് സ്വാഗതം. എല്ലാ ദിവസവും യാസിൻ വ്ളോഗ്സ് ഫാമിലി എന്ന് പറയലുണ്ടെങ്കിലും നമ്മളെല്ലാ ഫാമിലിയായിട്ട് ഒരുമിച്ച് വരാറില്ല. ഞങ്ങൾ കോഴിക്കോടായതുകൊണ്ട് ഇന്ന് ഞങ്ങളുള്ളത് വയനാട്ടിലാണ്. ഇന്ന് അടുത്ത 2 ദിവസം സ്പെഷ്യൽ ഡേയ്സാണ് നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. പിന്നെ നല്ല മഴക്കാറുണ്ട്. ഇന്നലെ മഴ ചെയ്തിനു, രാവിലെ ഇപ്പം മഴ ചെയ്തിട്ടില്ല. ഞാൻ കഴുകി കുട്ടപ്പനാക്കി കൊണ്ടുവച്ചാണ്. യെസ്, അപ്പം ആദ്യം എന്താണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഞങ്ങളെല്ലാവരും കൂടി ബാംഗ്ലൂർക്ക് പോവുകയാണ്. അതായത് നമ്മളെ അളിയൻ പെങ്ങൾ ഭാവീൻ്റെ, അതായത് അളിയൻ്റെ അനിയൻ്റെ കല്യാണമാണ് നാളെ. സോ ഞങ്ങളെല്ലാവരും കൂടിയും ബാംഗ്ലൂർ പോവുകയാണ്. ഞാനുണ്ട്, ശിങ്കുണ്ട്, ഉപ്പച്ചിയുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ ഒരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. അത് പറഞ്ഞുതരാം, കാണിച്ചു തരാം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നാളെയാണ് കല്യാണമെങ്കിലും ഒരുവിധ ആൾക്കാർ നാളെ വരും. വേണ്ട അടുത്ത കുടുംബക്കാരൊക്കെ ഇന്ന് പോകുന്നുണ്ട്. അപ്പം ഇന്നവിടെ അടുത്ത 60 കുടുംബക്കാർ ഇന്ന് പോകുന്നുണ്ട്. അവിടെ റൂം എടുത്ത് താമസിക്കുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അടുത്താണ്. നമ്മളെ ഓഡിറ്റോറിയം ആണോ റിസോർട്ടാണോ ഹാളാണോ എന്താണെന്നറിയില്ല, അവിടെയാണ് പരിപാടി. പിന്നെ നമ്മളെ വൺ ആൻഡ് ഒൺലി ഹലോ പകുതി ഉറക്കത്തിലാണ്. എന്ത് പറ്റി? മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങണ ആളായിരുന്നു. എന്തോ പകുതി ഉറക്കത്തിലാന്ന് തോന്നുന്നു. കൈ കാണിച്ചു കൊടുക്ക്. കുറച്ച് ദേഷ്യത്തിലാന്ന് തോന്നുന്നു. കുറച്ച് ഗെറ്റപ്പിലാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആളെ പരിചയപ്പെടുത്തി തരാം. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർക്ക് പറഞ്ഞുതരാം. ഞങ്ങൾ കോഴിക്കോട് ഫ്ലാറ്റിൽ താമസിക്കുന്ന നേരെ മുന്നത്തെ സാറയാണത്. ചിലർ ചോദിക്കും ആരാന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കണ്ട. സോ നമുക്ക് എന്താക്കാം, ലഗേജൊക്കെ പാക്ക് ചെയ്യാം. യെസ്, ഇതിലെന്തൊക്കെയോ ഉണ്ടല്ലോ. അയ്യോ, ഇതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വെക്കാം. ഇതിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഇവിടെ വരുന്നില്ല. ലൈറ്റ് ഇത് നമ്മൾ ലഗേജ് എത്ര ഉണ്ട് നോക്ക്. ഒരു ലോഡ് ഉണ്ട്. ഉറങ്ങണവർ ഉറങ്ങിക്കോട്ടെ. 2 സീറ്റും മടക്കണം. നമ്മൾ 4 ആളല്ലേ ഉള്ളൂ. ഇതാ ഒരു ടിഷ്യൂ വേണമെങ്കിൽ ഞാൻ മുന്നോട്ട് ഇട്ടേക്കാം. യെസ്, അപ്പം നമ്മൾ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇങ്ങനത്തെ ലഗേജ് പെട്ടിയില്ലേ, എല്ലാവരും കാണാം. ഈ ഭാഗമല്ലേ, ഈ ഭാഗം നേരെ കൊണ്ടുപോയിട്ട് അവിടെ കയറ്റും. അപ്പോൾ സീറ്റിൻ്റെ ബേക്കിൽ ചളിയാവും. അപ്പം ഈ ഭാഗം ഇങ്ങോട്ടായിട്ട് കയറ്റിക്കോളി. അപ്പം ഇത് തുടച്ചാൽ പോകുന്ന തുണിയാ, അല്ല പ്ലാസ്റ്റിക് ആണ്. മറ്റേ തുടച്ചാൽ പോവില്ല. പെട്ടി 2 ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു പെട്ടി ഇവിടെ പോവും. ഇതാ ഉമ്മാനെപ്പച്ചീനൊക്കെ വ്ളോഗ് കണ്ടിട്ട് കുറേ ആയില്ലേ. എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കൂ. മൈക്ക് എൻ്റെ കയ്യിലായത് കൊണ്ട് ഇതുണ്ടാവില്ല, ഒരു പറയുന്ന ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല. ആ ഇരിക്കുന്നത് ഉപ്പച്ചി. അയ്യോ, ക്യാമറമാനാണെങ്കിൽ 2 ദിവസം കഴിയും ഒരു വീഡിയോ എടുക്കണമെങ്കിൽ. ആ, കൂടെ ഒരു ബുക്കൊക്കെ ഉണ്ട്. എന്തിനാണാവോ എന്തോ. ഉമ്മ ഈ ഹെൽമെറ്റും ഇത് ഒന്ന് ഉള്ളിലേക്ക് വെച്ചമ്മ. ഇന്നലെ രാത്രി വന്നപ്പോൾ ഇതാരെ കുടിക്കുന്നില്ലേ? നിങ്ങളെല്ലാവരും വിചാരിക്കുക ജ്യൂസാണ്. ജ്യൂസല്ല, കഞ്ഞിയാണ്, ജീരകക്കഞ്ഞിയാണ്. രാവിലെ ആയപ്പോൾ എന്തോ പറ്റിയതട്ടോ. തണുപ്പ് വരണ ചൂടെടുക്കണം. നമുക്ക് കയറാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്ര 380 കിലോമീറ്ററാണ് ഉള്ളത്. ബാംഗ്ലൂരും കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ അടുത്ത് എത്തുന്നതുകൊണ്ട് 7.5 മണിക്കൂറാണ് കാണിക്കണത്. സോ നമുക്ക് പോവാ, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അതാ ശിങ്കുവിനെ വീഡിയോയിൽ കാണിച്ചില്ലല്ലോ. അന്ന് കേക്ക് ഉണ്ടാക്കാൻ മേടിച്ച ബേക്കിംഗ് പൗഡർ ഇല്ലേ,
അതാ അപ്പൊ ഗൈസ് അപ്പം കപ്പിൾസ് ഇരിക്കാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാനും ഷിങ്കു മുന്നില് തലേനൊക്കെ എടുത്ത് സമൂവാ ഓണാക്കണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഒരു മിനിറ്റ് ഗൈസ്. എന്തോ ഒരു മണോ? എന്ത് മണോ? നല്ല മണോ ചീത്ത മണോ? ഈ സംസാരിച്ചല്ലോ, എന്ത് പറ്റി? നല്ലതാ ചീത്തതോ? പറയ്, എന്ത് പറ്റി കുരുന്ന് കരിയേ? ഇളകി തുടങ്ങിയേക്കണേ. ഇനി കുറച്ചുകൂടി കയ്യട്ടെ, തലേ കയറും. അതാക്കാൻ വേണ്ടി എക്സ്പീരിയൻസ് വന്നു തുടങ്ങി. വായ തുറന്നു. നമ്മൾ എങ്ങോട്ടാ പോണേ? പറ. ബാംഗ്ലൂരില്ലേ? അത് പിടി. അപ്പൊ അക്കു മാത്രമാണ് പുരയിലുള്ളത്. അക്കു പിന്നെ ഈ കുടുംബക്കാരെ കല്യാണം ഇതിനൊന്നും വരത്തില്ല. മാപ്പ് ഒന്ന് ഇട്ടോക്കാം. ടിഷ്യൂ ഒരു ടിഷ്യൂ വരും. ഇവിടുത്തെ പ്രശ്നം അതാണ് ഗൈസ്. പിന്നെ എന്നെ ഇന്റർനെറ്റ് കിട്ടിയില്ല. നമ്മൾ ട്രീബോയ് എമോറ ഗ്രാൻഡ് ഹോട്ടലിലേക്കാണ് പോണത്. അവിടത്തേക്ക് ഇവിടുന്ന് ഏകദേശം അവിടെ ആ കല്യാണത്തിന്റെ ലൊക്കേഷൻ 6.5 മണിക്കൂർ 319 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. അപ്പം വൈകിട്ട് 3:03 എത്തുന്നാണ് കാണിക്കുന്നത്. നിങ്ങളോട് അതിനും വേറെ വൈകിട്ട് എത്തുള്ളൂ. കല്യാണത്തിന്റെ ലൊക്കേഷൻ നല്ല അടിപൊളി ഫ്ലാറ്റ് ഉണ്ട്. അത് ബാംഗ്ലൂർ. ഇത് ഉള്ളിലാണ്. ഇത് ബാംഗ്ലൂര് കഴിഞ്ഞ് പുറത്തു പോണം. ലാസ്റ്റ് ബാംഗ്ലൂര് ഞാൻ ഇന്നലെ ഫ്ലാറ്റ് നോക്കിയപ്പോ ബാംഗ്ലൂരൊക്കെ ഏതോ അറ്റത്താ. ഓക്കെ, നമ്മളെ ലാൻഡ്സ്കേപ്പ് സോറി മാഡം, പിന്നെ ഓരൊക്കെ വേറെ വണ്ടിയിൽ അവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണാം. അപ്പൊ ബൈ ബൈ ഗൈസ്. ഞങ്ങൾ ഇറങ്ങിയ വടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. എന്ത് പറ്റി? ഉറങ്ങിയില്ലല്ലേ? ഇന്നലെ എപ്പോഴാ ഉറങ്ങി? ഓ, സുന്ദരി ആയിട്ടുണ്ടല്ലോ. ശിങ്കുവിനെങ്ങാട്ടി സുന്ദരി ആയില്ലേ ഈ? നമ്മ മുത്തങ്ങ എത്തി. മുത്തങ്ങല്ല, മുത്തങ്ങ. മുത്തങ്ങ എന്നാ പറഞ്ഞേ. മൂക്കടഞ്ഞു പോയിട്ടാ. ഇവിടെ കൂർക്കം വലിക്ക് നടക്ക്. എന്തോ പരിപാടി ഉണ്ട്. എല്ലാരും അമ്പലത്തിലെ പരിപാടി കുട്ടികളെ ക്ലീൻ ചെയ്യാൻ വന്നതാ. നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ നല്ല കാര്യം. പൊൻകുഴി അമ്പലത്തിലോട്ടുള്ള ബസ്സാട്ടത്. അമ്പലത്തിലോട്ട് മാത്രം നേരെ അമ്പലം. നമ്മളെ ബോർഡറാണ്. ബോർഡൊക്കെ ഉണ്ട്. ആനേന്റെയും പശുവിന്റെയും മാനിന്റെ ഒക്കെ. വേറെ കാണുന്നില്ല. ഇത് തൊഴിലുറപ്പാണ്. തൊഴിലുറപ്പാണ്. നല്ല സെറ്റപ്പില് വന്നേക്കാണല്ലോ. ഒരു ആനനും പൂച്ചനും പട്ടിനും ഒന്നും കണ്ടില്ല. ഓക്കെ, എനിക്ക് സാറൊക്കെ കാണിച്ചു കൊടുക്കണേ. സാറ പുറങ്ങ ഫുള്ള് ഉറക്കം കഴിഞ്ഞ് എണീറ്റോട്ടോ. ഇടയ്ക്ക് അതിനാണ് എണീപ്പിക്കുന്നത്. മൂടി ശരിയാവട്ടെ. ഇന്നലെ 2 മണിക്ക് എങ്ങനെയാ? ഓക്കെ, അങ്ങനെ നമ്മള് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കേറിട്ടോ. ഫോറസ്റ്റ് മാത്രല്ല
നമ്മൾ കർണാടകന്റെ അകത്ത് കയറി. കർണാടക എല്ലാരും ഇങ്ങനെ ഇരിക്കാം. ഞാനൊരു മാനിനെ കണ്ട് സൈഡിൽ ഇങ്ങനെ ഇന്ന് തിന്ന എല്ലാരെയും കാണിച്ചു കൊടുത്തപ്പോഴേക്കും വണ്ടി പറന്ന്. ആ മാൻകൂട്ടം കുഞ്ഞി മാനുകള് വെള്ളപ്പുള്ളിയുള്ള മാന് 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 ഒന്ന് ഓഫ് അല്ല സ്ലോ ആക്ക് അതെ മാനുണ്ട് ഇപ്രാവശ്യം കൊറേ. അതെ ഇതേപോലെ ആട് തിന്നണ പോലെ സൈഡിലിരുന്ന് വയനാട്ടുകാരൊക്കെ എന്ത് മാനി, പക്ഷെ എനിക്ക് അത് കണ്ടപ്പോ അത്ഭുതായി. ആട്ടിൻകുട്ടികൾ ഇരിക്കാൻ പോലെ സൈഡിൽ ഇങ്ങനെ ഇരിക്ക, റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് തിന്ന. മയിലിപ്പ എല്ലായിടത്തും ഉണ്ട്. മയില് പെരുകി. എന്താ മാനി എവിടെ? ആ ദാ വെള്ളക്കൊരങ്ങ് ആ കമ്പിലോക്ക് അതാണ് സൂം പിടിക്കണ്ടേ. പെട്ടെന്ന് സൂമാക്ക്. ആ വെള്ളക്കുരങ്ങ് കറുത്ത മുഖം വെള്ളക്കുരങ്ങ്. അത് ഇവിടെ കുറുക്കനുണ്ട് ട്ടോ. അമ്മേ കുറുക്കൻ വീഡിയോ കാണിച്ചു കൊടുക്ക. കുറുക്കൻ പന്നിനെ കണ്ടിട്ട് പോവാ. പന്നി ഒരു കറുത്ത സാധനം കണ്ടു, വേറെ ഒന്നും കണ്ടില്ല. കുണ്ടിൽപ്പെട്ട് എത്തിണ്ട് നോക്കി, നല്ല ഫ്ലവർ നോക്കി, എന്ത് ഭംഗിയാണ്. രണ്ട് സൈഡും ഇങ്ങനെ ഉണ്ട് അതിൻ്റെ ഇടക്ക്. സോ നമ്മൾ ഗുണ്ടിൽപ്പെട്ട് എത്തിയപ്പം ഒരു സ്ഥലത്ത് നിർത്തി വണ്ടി ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിരിക്കുകയാണ്. 4000 റുപ്യ. ഇവിടെ 94 ഡീസലിന് കേട്ടോ. ഇവിടെ കർണാടകയിൽ എന്താ അല്ലോ ഡ്രൈവർ മാറിയിരിക്കണേ. ഡ്രൈവർ കുഞ്ഞാപ്പു വഹിക്കണ്. കുഞ്ഞാപ്പു വൻ പോക്കാണ്. കുഞ്ഞാപ്പു ആരാ വണ്ടി ഓടിക്കണേ? അമ്മ ഒറ്റടിക്ക് സ്പീഡൊക്കെ കൂട്ടി പറന്ന് പോണ്ട്. അപ്പം ശ്രദ്ധിച്ച് പോയിക്കോ. പശു എല്ലാം ചാടും. കണ്ടോ തീറ്റകൾ എപ്പോ വേണേലും ചാടാം. ഡ്രൈവർ സ്റ്റിൽ ഡ്രൈവറാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന്. ചിരിയൊന്നുമില്ല, ഫുൾ സീരിയസ് ആയിട്ടുള്ള വണ്ടി ഓടിക്കലാണ്. ചിരിക്കാൻ പറ്റില്ല ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോ. കോൺസെൻട്രേഷൻ പോവോ? ഇതാരാ എന്ത് പറയുന്ന ഓടി? എങ്ങനെയുണ്ട് ഓടിക്കല്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്റെ ഒരു അഭിപ്രായം പറയേ, എങ്ങനെയുണ്ട്? ഏത് കുഞ്ഞാവല്ലേ? യാസിം വ്ലോഗ്സ് ഓടിക്കണേണ്ണ? അങ്ങനെ പറയാൻ പറ്റൂലല്ലേ. സിംഗുത്താത്തക്ക് വിഷമായാലോ. ആ സിംഗുത്താത്ത ഓടിക്കുന്നത്. അത് പറഞ്ഞ നമ്മളിഞ്ഞൊരു ചായ കുടിക്കണം. ഇറങ്ങിയിട്ട് പൊറാട്ട എന്നിട്ടാണെന്ന് തോന്നണേ. ഒരു രസമല്ല. എന്താ ഞാനും നിർത്തി പൊറാട്ട. ഈ അങ്ങനെ നിർത്താൻ പാടില്ലല്ലോ. പൊറാട്ട നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഫുൾ ടൈം പൊറാട്ട തിന്ന് ഈ ആനനെ കണ്ടില്ലല്ലോ. കുരുന്നരിനെ കിട്ടി, കണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടെ. ശരിക്കും ശരിക്കും കാണിച്ചുതരാം. പതുക്കെ പതുക്കെ പതുക്കെ. ചളി ചളി ചളി. ആ ഇഞ്ഞും പതുക്കെ പോണ ചളിയില്. വണ്ടി ചളിയാവും. അപ്പൊ നമ്മൾ ഇവിടൊക്കെ നോക്കി എന്ത് നല്ല ഫ്രൂട്ട്സുകളാണ്. ഇങ്ങനെ ഇങ്ങനെ നല്ല കുരുന്നരീന്റെ വീഡിയോ എടുത്തത് ഇതാ കാണിച്ചു കൊടുക്കട്ടെ. ഇതാ ഇതൊക്കെ 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 ഇതാ ഇതാ കുരുന്നരി കണ്ടോ? ഇതാണ് കുരുന്നരി. അപ്പൊ ഒരു കുരുന്നരി മറ്റേ കുരുന്നരീനെ കാണുന്നു. സോറി, രാറക്കുട്ടി കുരുന്നരീനെ കണ്ടു. കുരുന്നരി മോഷ്ടിക്കരുത്. ഗൈസ് ഇവളെന്നെ തല്ലുന്നു. എന്താ ചെയ്യാ? ഞാൻ വിളിച്ചില്ലല്ലോ.
അല്ല ബേക്കിന്ന് മുന്നിലെത്തി ഇനി ഇവിടെ എത്തുവോ? സോറി സാർ. ഈ ഐസീനെ കണ്ടില്ല? ഉറങ്ങി എണീച്ചപ്പോഴാണല്ലേ ഈ ഉഷാറായത്. ഇങ്ങോട്ട് 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 ഓള് വെള്ളവരേന്റെ വണ്ടി പോണത് നോക്ക്. വെള്ളവരേന്റെ ഇപ്പുറത്ത് കൂടെയാണ് വണ്ടി പോണുണ്ടാവണത്. നമ്മൾ നെഞ്ചങ്കോട് എത്തിയപ്പോ പെട്ട്. ഇവിടെ ഫുള്ള് സമരക്കാര് ബ്ലോക്കാണ്. റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നറിയാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്നതിൻ്റെ ഭാഗമായി നമ്മളത് മൈസൂർ ഹൈവേയിൽ ടോള് കഴിഞ്ഞ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. സോ കൽപ്പറ്റയിൽ നിന്ന് എടുത്തിട്ട് എണ്ണ അടിച്ചതിന് ശേഷം നമ്മളിവിടെയാണ് പ്രോപ്പറായിട്ട് നിർത്തി. ഇതാ ചായ കുടിക്കുന്നു. എല്ലാം അത് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇതാ എല്ലാവരും ചായ ഇരുന്ന് കുടിക്കുന്നു. ഞാൻ പറഞ്ഞവരോട് ഈ പുറത്തുനിന്ന് ഈ മണക്കണം ഇവിടെ ഇരുന്ന് ചായ കുടിക്കേണ്ടതാണ്. എന്തുണ്ട് സാറാ, വിശക്കുണ്ടോ? വിശക്കുണ്ടോ? ബോറടിക്കണ്ടല്ലേ? ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളല്ല, ഭാവി. ഇതാ ബിരിയാണി. ബിരിയാണിയാ? നെയ്ച്ചോറും കോഴിക്കറിയാ? 1 2 3 4 കൊള്ളാം. അയ്യേടാ, വണ്ടീനുള്ളിൽ ഫുഡ് കയറ്റി തന്നെ. ഇതിന്റെ ഷട്ടറിൽ നിന്നോ? ഓക്കെ. ഉപ്പച്ചി മുന്നിൽ വണ്ടി പഞ്ചറായിക്കണേ, അത് നന്നായിക്കൊണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോട്ടെ. ഞങ്ങളിപ്പോൾ 4 വണ്ടികളുണ്ട്. ഉപ്പച്ചി അതവിടെ എണ്ണാക്കണം. സോ ഗൈസ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ വീണ്ടും പോന്നു. ഡ്രൈവർ വീണ്ടും മാറിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ വയറിഞ്ഞോ? നിറഞ്ഞോന്ന്? ഫുള്ളായോന്ന്? എന്താ കഴിച്ചേ? ബിരിയാണി കഴിച്ച്. അയ്യോ, നമ്മളെ കരിക്ക് ഓടിച്ചു കൊടുത്ത ആരെയും പൈസ കൊടുത്തിരുന്നോ? ഇല്ല. അയ്യോ, ഒരു കരിക്ക് മറന്നുപോയി. അങ്ങനെ പോന്നിട്ടോ, തിരിച്ചു വരുമ്പോ കൊടുക്കാം. മറന്നുപോയി. എന്തിനു മനുഷ്യൻ ഞങ്ങള്? ഡ്രൈവർ കൈമാറിയിരിക്കുകയാണ്. ഇപ്പൊ ഡ്രൈവർ സ്പൾബർ മാറി, യാസീൻ സ്പൾബറായി. എന്നോട് കുരുന്നലി പറഞ്ഞു, ഷിങ്കു ഒതുക്കി കൊടുക്കും, യാസീൻ വ്ളോഗ്സ് ബാക്കി ഓടിക്കട്ടെ എന്നല്ലേ. നേരെ പോയിട്ടാണ് ലെഫ്റ്റ് എടുക്കുന്നത്. അതിലെന്താ കാണിക്കുന്നത് എന്റെ ഫോണില്? 1 മണിക്കൂർ 11 മിനിറ്റ് 37 കിലോമീറ്റർ 2 വഴി കാണിക്കുന്നുണ്ട്. ഏത് വഴി കൂടെ നമ്മളിതാ ബാംഗ്ലൂര് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഹൈവേ കഴിഞ്ഞ് ഇപ്പൊ എന്തോ കുഞ്ഞു വഴി, നൈസ് റോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. നൈസ് റോഡ്. അപ്പൊ ഉമ്മോടുണ്ട്. പൊതിച്ചു മുടിയൊക്കെ തലങ്ങാണി വെച്ച് നല്ല ഉറക്കാണ്. സാറ ഉപ്പച്ചി ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് ഈ ഏരിയ ഉള്ളല്ലോ. നമ്മൾ ടൗണിക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അത് ടൗണാ? അങ്ങോട്ട് ടൗൺ. മഴ ഉണ്ടേനു, മഴ തോർന്നത്. അതാ റോഡിനൊക്കെ കുറച്ച് നനവ്. രസമുണ്ട്. നമ്മൾ ബാംഗ്ലൂരിന്റെ ആ ബ്ലോക്കിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സീന് ബ്ലോക്ക്.
ഇപ്പോൾ ഒരു 10-20 മിനിറ്റായി ഞങ്ങൾ ഈ ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും പോകണ്ട ലെഫ്റ്റിക്കാ പെട്ട് എയർപോർട്ട് റോട്ടിലേക്കാണ് കയറേണ്ടത്. ഒരു രക്ഷയില്ല, വണ്ടി അനങ്ങൂല. ആംബുലൻസ് ഒക്കെ നോക്കി അവിടെ കിടക്കുക എന്നല്ലാതെ ഓപ്ഷൻ ഇല്ല കേട്ടോ, വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഗൈസ്, നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തി, നമ്മൾ റൂമിലെത്തി. ഞങ്ങളിവിടെ വന്നപ്പം പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ക്യാൻസലായി. അപ്പം ഇവിടെ സംഭവം ഭാവി ഫാമിലിയൊക്കെ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് 18 റൂം. അതുകൊണ്ട് ഭാഗ്യത്തിന് നമുക്കിവിടെ ഒരു റൂം കിട്ടി. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഞാൻ തന്നെ ബുക്ക് ചെയ്തെടുക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ ഭാവിനോട് ഹോട്ടലൊക്കെ ചോദിച്ച് വലിയ ആളായിട്ട് ഞാൻ ബുക്ക് ചെയ്ത് അപ്പോൾ പൈസ കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ക്യാൻസലൊന്നും കാണിച്ചില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവരെന്താക്കിക്കണേ ക്യാൻസൽ ചെയ്തിരിക്കണം ഇവിടെ ഉള്ള. അങ്ങനെ എന്തായി, എന്തോ ഭാഗ്യത്തിന് ഭാവി നമുക്കൊരു റൂം തന്നു. യെസ്, ഇത് കുരുന്നുകരി അല്ല, സാറ എൻ്റെ ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. മൈലാഞ്ചി സൂപ്പർ ആയിട്ടില്ലേ? അപ്പം നാളെ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോവാ? സനുവിന്റെ കല്യാണാണ്. ആരാ സനു? ആരാ അത്? ഇതില് സനുക്കാക്കനെ ഈ കണ്ടോ ഒന്ന്? വാപ്പേ ഈ ഗെയിം കളിച്ചോ. അപ്പൊ നമുക്ക് നാളെയാണ് എന്ത് നിക്കാഹ്. സൗണ്ട് ഇറക്കി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഓഫാക്കെ. അപ്പം പിന്നെ ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. എന്താ ഞാൻ പറയാൻ വന്നേ? അപ്പൊ നാളെയാണ് കല്യാണം. അപ്പൊ നാളെ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു നിക്കാഹിന് ഒരു 11:30 ആകുമ്പോൾ നമ്മൾ പോകും. ഇവിടുന്ന് 6 കിലോമീറ്റർ. ആ എന്താണ് ഉറങ്ങി എത്ര വട്ടം ഉറങ്ങി? ബോറടിച്ചില്ല എനിക്ക്? ബാംഗ്ലൂർ എങ്ങനെയുണ്ട്? ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ ഫോട്ടോ വെച്ചിക്കണ്. അപ്പം അത്രയാണ് കാര്യങ്ങളുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ട് രാത്രി ഉണ്ടെങ്കിൽ കാണിച്ചു തരാനൊന്നുമില്ല. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണിക്കാം നാളെ അല്ലേ? ഓക്കെ, മുട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ മതി, ഷെയർ ചെയ്യാൻ മതി. ചിങ്കു ബാത്റൂമിലല്ലേ? ചിങ്കു വീട്ടിലെ തട്ടടാറുണ്ട്. അപ്പൊ ലൈക്ക്. ഓക്കെ, ബൈ.